മകരസംക്രമ സന്ധ്യയ്ക്ക് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര പന്തളത്തു നിന്ന് പുറപ്പെട്ടു. ഘോഷയാത്ര 15-ന് വൈകിട്ട് സന്നിധാനത്തെത്തും. രാജകുടുംബാംഗത്തിന്റെ മരണത്തെ തുടർന്ന് അശൂലമായതിനാൽ ഇത്തവണ പന്തളത്തു നിന്നും രാജപ്രതിനിധി ഘോഷയാത്രയെ അനുഗമിക്കുന്നില്ല. മകരസംക്രമ സന്ധ്യയിൽ ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളത്തു നിന്നും പുറപ്പെടും. പുത്തൻമേട് കൊട്ടാരത്തിനു മുമ്പിൽ നിന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഘോഷയാത്രാ സംഘം പുറപ്പെട്ടത്. ആദ്യ ദിവസം അയിരൂർ പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ വിശ്രമിക്കും. 2-ാം ദിവസം ലാഹ വനം വകുപ്പ് സത്രത്തിലാണ് താവളം. 3-ാം ദിവസമായ മകരവിളക്ക് ദിനം വൈകിട്ട് സന്നിധാനത്ത് എത്തിച്ചേരും. തുടർന്ന് തിരുവാഭരണം ചാർത്തിയാണ് ദീപാരാധന. പന്തളം കൊട്ടാരം കുടുംബാംഗത്തിന്റെ നിര്യാണത്തെ തുടർന്ന് അശൂലമായതിനാൽ ഇത്തവണ രാജപ്രതിനിധിയില്ലാതെയാണ് ഘോഷയാത്ര പുറപ്പെട്ടത്. കൊട്ടാരത്തിലും ക്ഷേത്രത്തിലും രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ നടത്തേണ്ട ആചാരപരമായ ചടങ്ങുകളും ഉണ്ടായില്ല. ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ള നയിക്കുന്ന 26 പേരടങ്ങുന്ന തിരുവാഭരണ വാഹക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഘോഷയാത്ര. ന്യൂസ് ബ്യൂറോ, പന്തളം.